അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇംഗ്ലണ്ട് താരം ബെൻ സ്റ്റോക്ക് നാളെ അവസാനിക്കുന്ന ന്യൂസിലാൻഡിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷമാകും വിരമിക്കും. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. അനിൽ, എല്ലാവരെയും ഈ ക്രിക്കറ്റ് കളിക്ക് അല്ലെങ്കിൽ ക്രിക്കറ്റ് ആരാധകർക്കെല്ലാം വളരെ വിഷമമുള്ള ഒരു വാർത്ത തന്നെയാണ്. ബെൻ സ്റ്റോക്ക് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അനൂപ, ടെസ്റ്റ് ക്രിക്കറ്റ് കണ്ട ഇക്കാലത്തെയും മികച്ച ഓൾറൗണ്ടർമാരുടെ കൂട്ടത്തിൽ തീർച്ചയായും ഉൾപ്പെടുന്ന ആളാണ് ഇംഗ്ലണ്ടിന്റെ ബെൻ സ്റ്റോക്സ്. 122 ടെസ്റ്റിലാണ് അദ്ദേഹം ഇംഗ്ലണ്ടിനായി കളിച്ചത്. 114 ഏകദിനങ്ങളിലും 43 2020-ലും ഇംഗ്ലീഷ് കുപ്പായം അണിഞ്ഞു. അതിനപ്പുറം അദ്ദേഹം ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും നൽകിയ സംഭാവനകൾ ഇല്ലെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും ഐതിഹാസികമായ ഒരു ഇന്നിംഗ്സിന്റെ പേരിലാണ് അദ്ദേഹം എക്കാലത്തും ഓർമ്മിക്കപ്പെടുക. 2019-ൽ ഹെഡിംഗ്ലിയിൽ നടന്ന ടെസ്റ്റിൽ 359 എന്ന റെക്കോർഡ് ചേസിലേക്ക് ഇംഗ്ലണ്ടിനെ നയിച്ചു. അതും അവസാന വിക്കറ്റിൽ ജാക്ക് ലീഷിനെ കൂട്ടുപിടിച്ച് അദ്ദേഹം നടത്തിയ ഐതിഹാസിക പോരാട്ടം ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഏറ്റവും ബെസ്റ്റ് ഇന്നിംഗ്സുകളിൽ ഒന്നായി തന്നെയാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ 2019-ൽ ഇംഗ്ലണ്ടിന്റെ ഏകദിന ലോകകപ്പ് നേട്ടത്തിലെ ആ ഫൈനലിലെ പ്രകടനം, 2022-ലെ 2020 ലോകകപ്പ് നേട്ടത്തിലെ അദ്ദേഹത്തിന്റെ പ്രകടനം, ഇങ്ങനെ ഇംഗ്ലീഷ് ക്രിക്കറ്റിന് സമീപകാലത്തുണ്ടായ പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊക്കെ തന്നെ ആ ഒരു വശത്ത് ബെൻ സ്റ്റോക്സ് ഉണ്ടായിരുന്നു. ടെസ്റ്റ് ക്യാപ്റ്റൻ എന്ന നിലത്തിലും അദ്ദേഹത്തിന്റെ പ്രകടനം അങ്ങേയറ്റത്തെ ഒരു മികച്ചതായിരുന്നു. 44 ടെസ്റ്റിലാണ് ആകെ ഇംഗ്ലണ്ടിനെ അദ്ദേഹം നയിച്ചത്. പക്ഷേ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു നൈറ്റ് ക്ലബിൽ ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹത്തെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. അതാണ് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ടെസ്റ്റ് വിരമിക്കലിന് പിന്നിലും ആ ഒരു തീരുമാനമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ന്യൂസിലാൻഡിനെതിരായ 3 മത്സരങ്ങളടങ്ങിയ ടെസ്റ്റ് പരമ്പരയ്ക്ക് നാളെയാണ് അവസാനമാകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര കരിയറിലെ അവസാന ദിവസമായി അത് മാറുകയും ചെയ്യും. എന്നാലും ക്രിക്കറ്റ് ഉള്ളിടത്തോളം എന്നും ഓർപ്പിക്കപ്പെടുന്ന പേരുകളിലൊന്നായിരിക്കും ബെൻ സ്റ്റോക്സ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അനൂപ്, അത് തന്നെയാണ്. എന്തായാലും എല്ലാവരും ഓർക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് ബെൻ സ്റ്റോക്ക്. അദ്ദേഹം വിരമിക്കുകയാണ്. അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.